ദുനിയാവിൽ നിന്ന് ജീവൻ വേർപെട്ട് തുടങ്ങുമ്പോൾ തന്നെ ആഖിറവുമായി നമ്മൾ കണക്ട് ചെയ്തു. നമ്മുടെ ജീവൻ ദുനിയാവുമായിട്ട് വേർപെടാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആഖിറവുമായ ലോകവുമായിട്ട് നമ്മുടെ റൂഹ് കണക്ട് ചെയ്യപ്പെട്ടു. ദുനിയാവിലുള്ള റൂഹല്ല ആത്മാവ് പിന്നെ പരലോകത്തേക്ക് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ കാണാത്തത് പിന്നെ നമ്മൾ കാണും. ദുനിയാവിൽ കേൾക്കാത്ത വോയിസുകൾ, ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. ഞാനോ നിങ്ങളോ ഇന്ന് വരെ റഹ്മത്തിൻ്റെതാവട്ടെ അദാബിൻ്റെതാവട്ടെ ഒരു മലക്കിനെയും കണ്ടിട്ടില്ല. ഞാനോ നിങ്ങളോ ഇന്ന് വരെ ഒരു മലക്കിൻ്റെയും ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ മരണത്തിന്റെ വേളയിൽ മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും നല്ല രൂപത്തിൽ മുഅ്മിനീങ്ങൾ മലക്കുകളുടെ ശബ്ദം കേൾക്കും, അവരെ കാണും. കാഫിറാണെങ്കിലോ ചീത്തയായ രൂപത്തിലുള്ള വേഷത്തിലും ആ രൂപത്തിലുള്ള ഭീകര രൂപികളായ നിലക്ക് മലക്കുകളെ അവരും കാണും. മലക്കുകളുടെ സന്തോഷ വാർത്തകളല്ല അവർ കേൾക്കുക, ആക്രോശങ്ങളും പഴിപറച്ചിലുകളുമായിരിക്കും അവർ കേൾക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞു വരുന്നത്, മരണത്തിന്റെ സമയത്തോട് ഇങ്ങനെ അടുത്ത് മരണത്തിന്റെ സമയത്തിലേക്ക് നമ്മുടെ ജീവനങ്ങ് അവസാനിപ്പിക്കുന്ന നേരമാകുമ്പോൾ ദുനിയാവിൽ നിന്ന് കണക്ഷൻ വിട്ടു, ആഖിറവുമായിട്ടുള്ള കണക്ഷനിൽ കണക്ട് ചെയ്യപ്പെട്ടു. ആ സമയത്ത് കാണാത്തതൊക്കെ നമ്മൾ കാണും, ചുറ്റുഭാഗത്തുള്ളവരാരും കാണില്ല. ചുറ്റുഭാഗത്തുള്ളവർ കേൾക്കാത്തത് നമ്മൾ കേൾക്കും, അവരനുഭവിക്കാത്തത് നമ്മൾ അനുഭവിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്ന മുഅ്മിനിന്റെ സ്വഭാവം, മുഅ്മിനിന് ഏറ്റവും നല്ല നിലക്കുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ വേറൊരു കൂട്ടം ആളുകളുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. കാഫിറുകളായ തെമ്മാടികളായ ആളുകളതാ മരിക്കുന്ന നേരത്ത് മലക്കുകൾ അവരെ കൊണ്ടുപോകാൻ വരുമ്പോ, അവരുടെ റൂഹ് ഇറങ്ങാൻ കൂട്ടാക്കാതെ വരുമ്പോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ഉഖ്റുജീ അയ്യത്തുഹൽ ഖബീസ. മ്ലേച്ഛമായ തെമ്മാടിയായ ചീത്തയായ റൂഹേ ഇറങ്ങു പുറത്തേക്കെന്ന് പറഞ്ഞു വലിക്കുമ്പോ ചൂളുകയാണ്, അടിച്ചടിച്ചിട്ടാണ് അവന്റെ റൂഹിനെ കൊണ്ടുപോകുന്നത്. അതേ അൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ആ മനുഷ്യന്റെ മുഖത്തടിക്കുന്നുണ്ട്, അവന്റെ പുറഭാഗങ്ങളിൽ അടിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനാ പറയുന്നത്. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, യുക്തിക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരണനേരത്ത് മലക്കുകൾ അടിക്കുന്നത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് ദയവായി ഒരാളും പറഞ്ഞു പോകരുത്. കാരണം ഇത് അല്ലാഹു അറിയിക്കുകയാണ്. മലക്കുകളതാ മരണത്തിന്റെ നേരത്ത് ആ മരണത്തിന്റെ വേദനയിൽ അക്രമികൾ കിടന്നു പടയുമ്പോ മലക്കുകൾ അവരുടെ കൈകൾ നിവർത്തി പിടിച്ചിട്ട് ഇറക്കടാ പുറത്തേക്ക് ആത്മാവിനെ എന്നും പറഞ്ഞിട്ട് അടിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് അട്ടഹാസങ്ങളും ശബ്ദങ്ങളും അടികൊള്ളലും വേദനയും പുളയലും നമ്മൾ കാണുമ്പോ കാണുന്നുണ്ടോ? അടി കാണുന്നുണ്ടോ? അടിയുടെ വേദന നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ടോ? അയാളുടെ അട്ടഹാസം കാണുന്നുണ്ടോ? ഇല്ല. അത് കണക്ട് ചെയ്യപ്പെട്ട് വേറൊരു ലോകത്തേക്ക് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാലൊരു നിലക്കുള്ള മരണമാണ് നടക്കുകയാണ്. ആ മരണമാണ് നടന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആലോചിക്ക്, പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി പോയി കിടക്കുമ്പോ ചിന്തിക്ക്, ഞാൻ ആരെക്കുറിച്ചൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞു, ഞാൻ ആരെക്കുറിച്ചൊക്കെ കളവുകൾ പറയുന്നു, ഞാൻ ആരോടൊക്കെ പകയും കൊണ്ട് നടക്കുന്നു, ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടിയിട്ട് ചീത്ത വിളിക്കുന്നു, ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടി ഞാൻ അവരോട് തമ്മിൽ തെറ്റിയിട്ട് ബന്ധം മുറിച്ചുപോയി. റബ്ബേ, ഞാൻ എങ്ങനെ മരിക്കും? ഞാൻ മുഅ്മിനായി മരിക്കുമോ അതോ തെമ്മാടിയുടെ മരണമാണോ ഉണ്ടാവുക? ഏതിൽ പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സമയം അല്ലാഹു ദുനിയാവിലാണ് തന്നിട്ടുള്ളത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ആ ജനാസ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ആ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിധത്തിലുള്ള സംസാരങ്ങൾ അവരെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം. ആ ജനാസ അങ്ങ് എടുത്ത് ആളുകൾ, അവരുടെ പുരുഷന്മാർ അവരുടെ ചുമലുകളിലായി ആ ജനാസ വെച്ചിട്ടുള്ള മയ്യത്ത് കട്ടില് അവരങ്ങനെ ചുമന്നു പോകുമ്പോ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്, ഉപ്പമാരെ. മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്, ഉമ്മമാരെ. എന്താ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. നല്ല ആത്മാവിന്റെ മയ്യത്താണ്, നല്ല വ്യക്തിയാണ് മരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അതേ വീട്ടിൽ നിലവിളികളുണ്ട്, ബന്ധപ്പെട്ടവരെ വിട്ടുകൊടുക്കുകയാണ്. ഒരു ഭർത്താവിനും സാധ്യമല്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവളാണ്, കൊണ്ടുപോകല്ലേ. ഒരു ഭാര്യയും പറയില്ലല്ലോ, ഇറക്കി കുളിപ്പിച്ച് കൊണ്ടുപോകല്ലേ. കണ്ടിട്ട് ജീവിച്ചിട്ട് കൊരു തീർന്നിട്ടില്ല, എൻ്റെ പൊന്നിക്കയാണ്, കൊണ്ടുപോകല്ലേ. പൊന്നു ബാപ്പയാണ്, കൊണ്ടുപോകല്ലേ. പൊന്നുമ്മാനെ കൊണ്ടുപോകല്ലേ. 10 മാസം നൊന്തുപറ്റ എൻ്റെ കൈക്കുഞ്ഞാണ്, എൻ്റെ പൊന്നുമോനാണ്, പൊന്നുമോളാണ്, ഇറക്കിക്കൊണ്ടുപോകല്ലേ. ഒരു ഉമ്മമാർക്കും വിലപിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ആ ജനാസ അങ്ങ് ഇറക്കിക്കൊണ്ടുപോകുമ്പോ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം ഉപ്പമാരെ. എൻ്റെ ബന്ധപ്പെട്ടയാളുടെ ജനാസ എൻ്റെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലൂടെ അങ്ങ് ഇറക്കിക്കൊണ്ടുപോകുമ്പോ റബ്ബേ, നിന്റെ സന്തോഷം
സന്തോഷത്തിന്റെ കാഴ്ചകൾ കാണുന്ന ലോകത്തേക്കല്ലേ എൻ്റെ ഉപ്പ പോണത്, എൻ്റെ ഉമ്മ പോണത്, എൻ്റെ ഭർത്താവ് പോണത്, എൻ്റെ ഭാര്യ പോണത്, എൻ്റെ പൊന്നുമോള് പോണത്, എൻ്റെ പൊന്നുമോൻ പോണത് എന്ന് ആശ്വസിക്കാൻ വക വേണമെങ്കിൽ ആ മരിച്ചിറങ്ങിപ്പോകുന്ന ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഇറക്കിപ്പോകാൻ ആവശ്യമായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വീട്ടിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഉപദേശിച്ചിട്ടുണ്ടോ? അവര് നല്ല ജീവിതത്തിന് വീട്ടിൽ ഇടം കൊടുത്തിട്ടുണ്ടോ? കുടുംബനായികമാരായ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ബാധ്യതയില്ലേ ഗൃഹഭരണത്തിൽ? ഉത്തരവാദിത്തമില്ലേ ഉപ്പമാരെ? കുടുംബത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യമില്ലേ? ഭാര്യയെക്കുറിച്ച് ചോദ്യമില്ലേ? പൊന്നുമോളെക്കുറിച്ച് ചോദ്യമില്ലേ? പൊന്നുമോനെ കുറിച്ച് ചോദ്യമില്ലേ? അങ്ങനെ അങ്ങ് കൊണ്ടുപോകുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് വെറുതെ ചിന്ത കൊണ്ടായില്ല, അതിനിപ്പോഴേ പണിയെടുത്തോളണം. ഇനി നിങ്ങൾ നോക്കുന്ന വിധങ്ങൾ പറയാണ്, സാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയാണ്, ഖദ്ദിമൂനി, എന്തേ ജനങ്ങളെ എന്നെ ഇട്ട് താമസിപ്പിക്കുന്നത്? വേഗത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം വേഗം കൊണ്ടുപോകൂ. അതേ അവസരത്തിൽ എന്താണ് കാരണം? ആത്മാവ് മരണത്തിന്റെ നേരത്ത് കണ്ടു കഴിഞ്ഞു. ചെന്ന് കിടക്കാനുള്ള സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ കണ്ടപ്പോ എന്തേ വെച്ച് നീട്ടി താമസിപ്പിക്കുന്നത്? വേഗത്തിൽ കൊണ്ടുപോകൂ, വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാണ്. അതേ അവസരത്തിൽ അതേ ചീത്തയായ ആത്മാവിന്റെ മയ്യത്താണെങ്കിൽ ആ ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ്, അതേ അത് വിശദീകരിച്ചപ്പോ അത് ശറഹ് കൊടുത്ത പണ്ഡിതന്മാര് പറഞ്ഞു, യാ വൈലി, എന്റെ നാശമേ, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് പോണ്ട, എനിക്ക് പോണ്ട, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുകയാണ് ചീത്തയായ ആത്മാവിന്റെ മയ്യത്താണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കല്ലേ. അത് ജീവിച്ചിരിക്കുന്നവരോടുള്ള റബ്ബിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കരുത്. മരണം നടന്നാൽ ഉടനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടാൻ, നിസ്കരിച്ച് മറമാടാൻ കൊണ്ടുപോകണം. നിങ്ങൾ ജനാസ കൊണ്ട് സ്പീഡിൽ പോകണേ. എന്തേ കാരണമെന്നറിയാമോ? സാലിഹായ മയ്യത്താണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള നന്മ നിങ്ങൾ എന്തിനു മുടക്കണം? അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്വർഗീയ സുഖങ്ങളിലേക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങ് എത്തിച്ചേക്കണേ. ഇനി അതല്ല, നിങ്ങൾ പേറിയിട്ടുള്ളത് ഒരു മാറാപ്പാണെങ്കിൽ, നിങ്ങളുടെ ചുമലിൽ നിങ്ങൾ ഏറ്റിയിട്ടുള്ള മയ്യത്ത് ഒരു തെമ്മാടിയാണെങ്കിൽ, അവൻ ലഹരിയുടെ ആളായിരുന്നു, അവൻ ചീത്തയുടെ വക്താവായിരുന്നു, അവൻ വ്യഭിചാരിയായിരുന്നു, അവൻ പലിശക്ക് കടം കൊടുക്കുന്നവനായിരുന്നു, അവൻ പലിശയിലൂടെ ധനം വാങ്ങിയവനാണ്, അവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവനാണ്, അവൻ സകാത്ത് കൊടുക്കാത്തവനാണ്, അവൻ നേരത്തെ നിസ്കരിക്കാത്തവനാണ്, അവൻ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടവനാണ്, അവൻ കാതുകൊണ്ട് ഹറാമ് കേട്ടവനാണ്, അവൻ ലഹരിക്ക് അടിമയായവനാണ്, അവൻ തോന്നിവാസിയായി ജീവിച്ചവനാണ്, അവൻ റബ്ബിനെ വെല്ലുവിളിച്ചവനാണ്, അവൻ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞവനാണ്, അവൻ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരിൽ വ്യഭിചാരോപണം പറഞ്ഞവരാണ്, റസൂലുള്ളാഹിനെ തെമ്മാടിയായി ചിത്രീകരിച്ചവരാണ്. അങ്ങനെ പലതും ചെയ്യുന്ന തെമ്മാടി കൂട്ടങ്ങൾ, അങ്ങനെ പലതിലേക്കും ചെന്നുപെട്ട ചെറുപ്പക്കാരും അല്ലാത്തവരും ഫാജിരീങ്ങളും കാഫിരീങ്ങളും ഒക്കെ ലോകത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത്തരത്തിൽപ്പെട്ടവർ ജനാസയാണ് നിങ്ങളുടെ ചുമലിലുള്ളതെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് കുഴിക്കാൻ കൊടുക്കണേ. എന്തേ കാരണമെന്നോ? ഫശർറുൻ തദഊനഹാ അൻ റിഖാബികും, ആ ഷർറ് നിങ്ങളെ പെരടിന്ന് വേഗം പോയിക്കോട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ ഭാഷ നിങ്ങൾ നോക്കൂ എത്ര ഗുരുതരമാണ്. സ്നേഹത്തിന്റെ പ്രവാചകന് തിന്മകളോടുള്ള വെറുപ്പല്ലേ ആ കാണിക്കുന്നത്? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ മരിക്കുമ്പോ ഇതിലേത് പറഞ്ഞും കൊണ്ടാ നമ്മൾ ഖബറിലേക്ക് പോവുക? ഖദ്ദിമൂനി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ, ഈ മനുഷ്യന് ഇനി വരാനിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ സ്ഥൈര്യത്തോടുകൂടെ ഉത്തരം പറയാനുള്ള സ്ഥൈര്യത നൽകണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ബർസഖിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നീ തോന്നിപ്പിക്കണം. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, ഈ ഖബറിനകത്തുണ്ടാകുന്ന എല്ലാ ഭയാനകതായ നിറഞ്ഞ രംഗങ്ങളിൽ നിന്നും ഈ മനുഷ്യന് നിർഭയത്വം കൊടുക്കണം റബ്ബേ. തുടങ്ങിയ തസ്ബീഹിന്റെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകണം, ഖബറിനകത്ത് ചില ചോദ്യങ്ങൾ വരാനുണ്ട്. അപ്പോഴാണല്ലോ ഉത്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഖബറിനകത്ത് ഉത്തരങ്ങൾ ലളിതമായി പറയാൻ കഴിയേണ്ടതുണ്ട്. ഖബറിനകത്തു ചില ഭയാനകതകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാകണം നമ്മൾ. അപ്പോഴല്ലേ ആ പ്രാർത്ഥനയ്ക്ക് പൊരുളുള്ളൂ. എന്ന് മാത്രവുമല്ല, ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ജീവിതകാലത്ത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി പോകണം.
മഹാന്മാരായ ഉലമാക്കന്മാർ ആ വിഷയം രേഖപ്പെടുത്തിയ ഭയാനകമായ രംഗം, ഖബറിനകത്തുള്ള മൻ റബ്ബുക തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന അദാബ്. അള്ളാഹുവിന്റെ വല്ലാത്തൊരു രീതിയാണ്, സമ്പ്രദായത്തെയാണ് ഹദീസുകളൊക്കെ വിശദീകരിക്കുന്നത്. എന്നാൽ ജീവിതം കൊണ്ട്, വിശ്വാസം കൊണ്ട്, കർമ്മം കൊണ്ട്, സ്വഭാവം കൊണ്ട്, സംസ്കാരം കൊണ്ട് നല്ലപോലെ ജീവിച്ച ഒരു മനുഷ്യൻ അതിന് ഉത്തരം കഴിച്ച പറയാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, അത്രേ ഖദ് സദഖ അബ്ദീ, എന്റെ അടിമ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്, അവൻ സത്യമാണ് പറഞ്ഞത്. ഫഅഫിരിശൂഹു മിനൽ ജന്നതി, ആ ഖബറിനകത്തേക്ക് സ്വർഗ്ഗത്തിന്റെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കാൻ പറയുന്നു. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കാൻ പറയുന്നു. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിലാണ് ഈ പറയുന്നത്. സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കാൻ പറയുമത്രേ. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം കൊണ്ടുവന്ന ആ മനുഷ്യനെ ധരിപ്പിക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുമെന്ന ഹദീസിലൂടെ പുണ്യനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളെ പറ്റിയാ ചിന്തിക്കുന്നത്. ഈ രംഗം, ഇങ്ങനെ ഒരു സുന്ദരമായ മുഹൂർത്തം നമ്മുടെ ഖബറുകളിൽ നമുക്ക് ലഭിക്കാൻ സാധിക്കുമോ? ഇന്നത്തെ നമ്മുടെ ജീവിതം വെച്ചിട്ട് നാളെ നമ്മൾ ഖബറിലാണെങ്കിൽ നമുക്ക് ഇന്ന് ആ ചാൻസ് കിട്ടുമോ? സ്വർഗത്തിന്റെ സുഖാനന്ദങ്ങൾ ആസ്വദിക്കാൻ പറയുന്ന രംഗമാണ്. വെളിച്ചം കൊണ്ട് നിറക്കുന്ന ഖബറായി മാറുകയാണ്. ആനന്ദം കൊണ്ട്, ആസ്വാദനം കൊണ്ട് ജീവിക്കുന്ന ആ ഖബറിലെ ആള് പറയുമത്രേ, യാ റബ്ബി യാ റബ്ബി അജ്ജിൽ ഖിയാമസ്സാ, അല്ലാഹുവേ പെട്ടെന്നൊന്ന് ഖിയാമത്ത് നാളാകണേ. ആ സുഖം ഒറിജിനൽ അനുഭവിക്കാൻ അവന് വെമ്പൽ കൊള്ളാൻ തുടങ്ങുമത്രേ. സുഹൃത്തുക്കളെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ, സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഇദാ വഖഫ അലാ ഖബറിൻ, അദ്ദേഹം ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുത്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ബകാ, അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരയുമായിരുന്നു. നമ്മുടെ ഖബർസ്ഥാനിൽ കയറി ചെന്നിട്ട് നമ്മുടെ മനസ്സ് കുലുങ്ങിയിട്ട് നമുക്ക് ഇന്ന് വരെ ഒന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. കരഞ്ഞിട്ട് സമൃദ്ധമായ അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നനയാറുണ്ടായിരുന്നു. ഫഖാൽ, സ്വഹാബത്തിൽ സുഹൃത്തുക്കളൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഈ മണ്ണ് കാണുമ്പോ എന്താ ഇത്ര കരയാനുള്ളത്? ഫഖാല, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരലോകത്തെ ഒന്നാമത്തെ വീടാണ്. ഇത് കരയാൻ മാത്രമുള്ള വിഷയമുണ്ട്. ഈ ഖബർ എന്നാൽ ഒരു മനുഷ്യന്റെ നീണ്ടു കിടക്കുന്ന, കാലങ്ങളില്ലാതെ അറ്റങ്ങളില്ലാതെ കിടക്കുന്ന പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണിത്. ഈ ഖബറിനകത്ത് ശിക്ഷയില്ലാതെ, ഭയപ്പാടില്ലാതെ രക്ഷപ്പെട്ടാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം അവന് ലളിതമാണ്, എളുപ്പമാണ്. ബാക്കി കേൾക്കണം. ഈ ഖബറിനകത്ത് രക്ഷപ്പെട്ടില്ല എങ്കിൽ അവന് ഇനി വരാനിരിക്കുന്നത് ഇതിനേക്കാൾ കഠിനമായ വലുതുമാണ് വരാനിരിക്കുന്നത്. ഖബർ രക്ഷപ്പെട്ടോ, അവൻ രക്ഷപ്പെട്ടു. അവിടെ കുടുങ്ങിയോ, അവിടെ ദുരിതങ്ങളായോ, അവിടെ ശിക്ഷ ഇറങ്ങിയോ, ഇനി വരാനുള്ളതെല്ലാം അതിനേക്കാൾ വലുതാണ്. ആ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത്. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനുകൾ ആലോചിച്ച് നോക്കും. ഈ ഫെബ്രുവരി, ജനുവരി, മാർച്ചിലൊക്കെ ഈ മാസങ്ങളിൽ ഖബറുകളുടെ ഉത്സവ പറമ്പുകളുടെ ദിവസങ്ങളാണ്. മഖാമുകളിൽ, കണ്ണൂർ ജില്ലയുടെ വിവിധങ്ങളായ 100 കണക്കിന് മഖാമുകളിൽ ഉറൂസ് നടക്കുന്നത് എന്തിനാണ്? ചിരിക്കാനാണ്, ഉല്ലസിക്കാനാണ്, ആനന്ദിക്കാനാണ്, ആഘോഷിക്കാനാണ്. ഖബർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത് എന്തുകൊണ്ടാ? നല്ലോണം ഒന്ന് ചിന്തിക്കുക. ഏതൊരു ഖബറും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. സൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ നല്ലതാണ്. വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം എന്നതൊന്ന് നല്ലപോലെ ആലോചിപ്പിക്കാനുള്ളതാണ് ഖബർ സിയാറത്ത്. അതിന് ആന വേണ്ട, അതിന് അമ്പാരി വേണ്ട, അതിന് പൈസ ചാക്ക് വേണ്ട, അതിന് നേർച്ചപ്പെട്ടി വേണ്ട, അതിന് പൂക്കൾ കൊണ്ട് തുലാഭാരം വേണ്ട. സുഹൃത്തുക്കളെ, നമ്മളെ പറ്റി ചിന്തിക്കേണ്ടത് നമ്മുടെ ഖബറിനെ കുറിച്ച് ആലോചിക്കുക.